വാർത്തകൾ വായിക്കുന്നത് അനുജി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാർത്തകൾ വരുന്ന ദിവസമാണിത്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സമിതിയെ നിയോഗിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ആമുഖമായി എടുത്തു പറയുന്നുണ്ട്. അത് ഉദ്ധരിച്ചാൽ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം that a government in this country has ventured upon such a novel task, and we are glad to be a part of this journey. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും സുപ്രസിദ്ധ സിനിമാ താരം ശാരദ, റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളായുമുള്ള സമിതിയെ ചുമതലപ്പെടുത്തി. 2017 ജൂൺ 6 സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത്. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതിനാൽ കാലാവധി ദീർഘിപ്പിച്ച് നൽകി. 31/12/2019 റിപ്പോർട്ട് സമർപ്പിച്ചത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത്. വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത്. സിനിമാ വ്യവസായ മേഖലയിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആവശ്യമായിരുന്നു അത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് നിർദ്ദേശം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള മഹിളാ സംഘം അങ്കമാലി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവുമായ സീലിയ വിന്നി യോഗം ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയിൽ പുരുഷാധിപത്യവും സ്ത്രീ വിരുദ്ധതയും ആണെന്നും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നു. സിനിമാ ലോകം ക്രിമിനലുകളുടെ താവളവും നിയന്ത്രിക്കുന്നത് മാഫിയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ കേരള മഹിളാ സംഘത്തിൻ്റെ പേരിൽ NFIW ജില്ലാതലത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അനിശ്ചിതത്വം നീക്കണമെന്നും ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സാഹചര്യത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഇത്തരത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളുടെ പേരൊന്നും പറയില്ല എന്ന് കോടതി മുഖാന്തരം അറിയിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ വളരെ ഡയറക്റ്റായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന അവസരത്തിൽ
അത്തരത്തിൽ ഇൻവോൾവ് ആയത് ആരാണെന്ന് ആ പേര് വെളിപ്പെടുത്തിയിട്ട് അവർക്കെതിരെ ക്രിമിനൽ കുറ്റം തന്നെ ചുമത്തി ആ വകുപ്പുകളിൽ കേസെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാനുണ്ടായൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 4-5 വർഷം മുമ്പ് ഒരു നടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ ഒരു റിപ്പോർട്ടിന് ഒരു കമ്മീഷനെ വെക്കാനും ആ കമ്മീഷൻ കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് പേരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്നത്, കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ റിപ്പോർട്ട് മുഴുവൻ പറയുന്നത്. 4 വർഷത്തോളമായി നമ്മൾ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. നമുക്കറിയാം, അതിനകത്ത് പല രീതിയിൽ പുതിയതായിട്ട് വരുന്ന നടികളും നിലവിൽ അവിടെ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടികളൊക്കെ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ കടന്നാണ് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പലരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ് എന്നീ 2 വാക്കുകളാണ് വളരെ കൃത്യമായിട്ട് ഹേമ കമ്മീഷൻ പറയുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്നത്. ഇത് രണ്ടുമില്ലാതെ ഒരു നടിക്ക് ഒരു സീരിയലോ അല്ലെങ്കിൽ സിനിമ പോലുള്ള രംഗത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ആ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. അത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങളാണ്. നമ്മൾ വളരെ നൈക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ടല്ല കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനും ഇനി ഭാവിയിൽ വരുന്ന നടിമാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ പേരിലാണ് WCC പോലുള്ള ഒരുപാട് സംഘടനകൾ ഒരുപാട് പ്രഷർ ചെലുത്തിയാണ് ഈ അവസാനം ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതും. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സിനിമാ ലോകത്ത് വരേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ വേണ്ടി അവർക്ക് പ്രാഥമികമായിട്ട് ശുചിമുറി പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പം നിലവിൽ ഇത്രയും നമ്മൾ വലിയ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപകൾ നമ്മുടെ മൊത്തം ഇന്ത്യയുടെ ഒരു സിനിമാ വ്യവസായം എടുത്താൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത് ഒരു 10 സിനിമകൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ 3 സിനിമ 500 കോടിയൊക്കെ കടന്നു നിൽക്കുന്നത് നമ്മുടെ മലയാളം സിനിമയാണ്. അപ്പോൾ ഇത്രയും ഇൻഡസ്ട്രി, ഇത്രയും ക്യാപിറ്റലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ശുചിമുറി പോലും ഒരു സിനിമാ സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ നിയമം മൂലം നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഇടപെടണമെന്നും കൂടിയാണ് കേരള മഹിളാ സംഘം ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ കമ്മീഷൻ റിപ്പോർട്ട് വളരെ നമുക്ക് ആശ്വാസം പകരുന്നതാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് സമീപ ഭാവിയിൽ തന്നെ ഇത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്നിരുന്നാലും LDF സർക്കാർ മാത്രമാണ് ഇത്തരത്തിൽ ആ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ചത്. ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. 4 വർഷം അതെടുത്തു, അത് പുറത്തുവിടാന്നുള്ളതിനകത്ത് ഖേദവുമുണ്ട്. എങ്കിൽ തന്നെയും ഇത്തരം കാര്യത്തിന് മുതിർന്ന സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതേ ഒരു നിശ്ചയദാർഢ്യം ഇനി അങ്ങോട്ടേക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിയമം ഉണ്ടാക്കാനും ഒക്കെയായിട്ട് സർക്കാർ ഇറങ്ങണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കേരള മഹിളാ സംഘം ഇന്ന് രാത്രി മെഴുകുതിരി കത്തിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ചെയ്യുന്നുണ്ട്. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ പൊതുജനത്തിൻ്റെ ആവശ്യം കൂടിയാണ് സിനിമാ മേഖല സംരക്ഷിക്കപ്പെടുക, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. അവിടെയും സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പറയുന്ന ഒരു നിയമമൊക്കെ സിനിമാ മേഖലയിലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ കേസാണെങ്കിലും ബലാത്സംഗ കേസുകളാണെങ്കിലും പീഡന കേസുകളാണെങ്കിലും ഒക്കെ സിനിമയ്ക്കകത്ത് വേറൊരു ലോകമല്ല. ആ സിനിമ ഈ സമൂഹത്തിനുള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് കേരള മഹിളാ സംഘം ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രതികരിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിന് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കർശനമായ നടപടി ഉണ്ടാകണമെന്നും സിനിമാ ലോകത്തെ തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും മെഴുകുതിരി കത്തിച്ച് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സീലിയ വിന്നി പറഞ്ഞു. കേരള മഹിളാ സംഘം അങ്കമാലി മണ്ഡലം സെക്രട്ടറി വീണ ജോബി, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം രേഖ ശ്രീജീഷ്, കേരള മഹിളാ സംഘം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ റീന ജോഷി, വെറോണിക്ക ജോർജ്, LC സേവി, ധന്യ രാജീവ്, മാളവിക ജയൻ എന്നിവർ പങ്കെടുത്തു.
ചാനലുകളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.